السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. نحمده ونصلي ونسلم على رسوله الكريم وعلى آله وصحبه وجنوده وجميع مشائخنا الأزهرية الشالياتية والرضوية وجميع المؤمنين والمؤمنات. ബഹുമാനമുള്ള മുഅ്മിനീങ്ങൾ, മനസ്സിൻ്റെ 40-ലേറെ രോഗങ്ങളിൽ 17ാമത്തെ രോഗമായ സൂഉൽ-ളന്ന്, തെറ്റിദ്ധരിക്കുക എന്നതാണ്. ഹുസ്നുൽ-ളന്ന്, വിചാരണ നന്നാക്കുക, അള്ളാഹുവിനെ കൊണ്ടുള്ള ഹുസ്നുൽ-ളന്ന്, അതുപോലെ മുഅ്മിനീങ്ങളെ കൊണ്ടുള്ള ഹുസ്നുൽ-ളന്ന്, അത് വലിയ പുണ്യമേറിയ വസ്തുവാണ്. അതേ സ്ഥാനത്ത് സൂഉൽ-ളന്ന്, തെറ്റിദ്ധരിക്കുക എന്ന് പറയുന്നത് മനസ്സിൻ്റെ വലിയ ഒരു രോഗമാണ്. ഈ ആഖിർ സമാനിൽ പ്രത്യേകിച്ചും ചില തസവുഫിൻ്റെ തുടക്കഭാഗം മാത്രം നോക്കി, ചില ഗ്രന്ഥങ്ങളുടെ തുടക്കഭാഗം മാത്രം നോക്കി, അല്ലെങ്കിൽ ചില തസവുഫിൻ്റെ കിതാബുകളിൽ നിന്ന് ആരെങ്കിലും പറയുന്നത് തുടക്കം മാത്രം കേട്ട് ലോകത്തുള്ള ആലിമീങ്ങളെയും സാദാത്യങ്ങളെയും അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിൻ്റെ ഖാദിമീങ്ങളെയും നിസ്സാരപ്പെടുത്തുക, അവരെ തെറ്റിദ്ധരിക്കുക എന്നത് മനസ്സിൻ്റെ വലിയ രോഗമായ ആ രോഗം വ്യാപിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. അതുകൊണ്ട് മനസ്സിൻ്റെ രോഗങ്ങളിൽ നിന്ന് 17ാമത്തെ രോഗം സൂഉൽ-ളന്നാണ് നമ്മുടെ ഈ ദിറാസയുടെ ഉദ്ദേശം. സൂഉൽ-ളന്ന്, വിചാരണ ചീത്തയാക്കുക, തെറ്റിദ്ധരിക്കുക. ലന്ന് പല വിധത്തിലുമുണ്ട്. ഹുസ്നുൽ-ളന്ന്, സൂഉൽ-ളന്ന്. ഇമാം അബ്ദുൽ ഹമീദ് ശർവാനി റഹ്മത്തുള്ളാഹി അലൈഹി അവിടുത്തെ ഹാഷ്യത്തുസ് ശർവാനി അലാ തുഹ്ഫത്തുൽ മുഹ്താജിൽ 3-ാം വാല്യത്തിൽ ലന്നിനെ സംബന്ധിച്ച്, ഹുസ്നുൽ-ളന്ന്, സൂഉൽ-ളന്നെ സംബന്ധിച്ച് വിശദമായി പറഞ്ഞത് കാണാം. അതുപോലെ ബഹുമാനപ്പെട്ട അബ്ദുൽ ഖനി നാബുൽസി റഹ്മത്തുള്ളാഹി അലൈഹി അവിടുത്തെ അൽ ഹദീഖത്തുൻ നദിയ 24ാമത്തെ ഖുലുഖ്, അവിടെയും ലന്നിനെ സംബന്ധിച്ച്, ഹുസ്നുൽ-ളന്ന്, സൂഉൽ-ളന്നെ സംബന്ധിച്ച് ധാരാളം പറഞ്ഞത് കാണാം. ഏതായാലും പരിശുദ്ധ ഖുർആൻ ഷരീഫിൽ അല്ലാഹു സുബ്ഹാനഹു തആല സൂറത്തുൽ ഹുജറാത്ത്, അതായത് സൂറത്തുൽ അഖ്ലാഖ് 12ാമത്തെ ആയത്തിൽ പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനു ഇജ്തനിബു കസീറൻ മിനൽ ലന്നി ഇന്ന ബഅദൽ ലന്നി ഇസ്മ വലാ തജസ്സസു വലാ യഗ്തബ് ബഅദുകും ബഅദാ അയുഹിബ്ബു അഹദുകും അൻ യഅകുല ലഹ്മ അഖീഹി മൈതൻ ഫകരിഹ്തുമൂഹു വത്തഖുല്ലാഹ് ഇന്നല്ലാഹ തവ്വാബുർ റഹീം. സൂറത്തുൽ ഹുജറാത്ത് 12ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു തആല പറയാണ്, ഓ മുഅ്മിനീങ്ങളെ, നിങ്ങൾ ഒരുപാട് വിചാരണകൾ ഒഴിവാക്കണം. കാരണം ചില വിചാരണ തെറ്റാകുന്നു. നമ്മുടെ മനസ്സിൽ വരുന്ന ചില വിചാരണകൾ അത് തെറ്റാണ് ചിലത്. അതുകൊണ്ട് വലാ തജസ്സസു, നിങ്ങൾ അയബുകൾ തേടി നടക്കരുത്. വലാ യഗ്തബ് ബഅദുകും ബഅദാ, നിങ്ങൾ പരസ്പരം ഗീബത്ത് പറയരുത്. കാരണം ഗീബത്ത് പറയാന്ന് പറഞ്ഞാൽ തൻ്റെ സഹോദരൻ്റെ മാംസം ഭക്ഷിക്കുന്നത് പോലെയാണ്. ചത്തുപോയ സഹോദരനെ, അല്ലെങ്കിൽ മരണപ്പെട്ടു പോയ സഹോദരൻ, അഖീഹിമൈ താദസ്, മരണപ്പെട്ടു പോയ സഹോദരൻ്റെ മാംസം ഭക്ഷിക്കുന്നത് ആർക്കും ഇഷ്ടമുണ്ടാവില്ലല്ലോ. ആ വിധത്തിലാണ് ഗീബത്ത് പറയുന്ന ആളുകൾ മരണപ്പെട്ടു പോയ വ്യക്തിയുടെ മാംസം തിന്നുന്നത് പോലെയാണ് എന്നതിലേക്കാണ് അല്ലാഹു സുബ്ഹാനഹു തആല ഈ ആയത്തിൽ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് ഫകരിഹ്തുമൂഹു, നിങ്ങൾ അതിനെ വെറുക്കണം. വത്തഖുല്ലാഹ് ഇന്നല്ലാഹ തവ്വാബുർ റഹീം, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിച്ചുകൊള്ളണം. തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു തആല തൗബ സ്വീകരിക്കുന്നവനും കാരുണ്യം ചെയ്യുന്നവനാണെന്ന് സൂറത്തുൽ ഹുജറാത്ത് 12ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു തആല പറഞ്ഞു. മരണപ്പെട്ട പോയ മനുഷ്യൻ്റെ മാംസം ഭക്ഷിക്കുന്നത് പോലെ ചില മഹാന്മാർ ചില ഉദാഹരണം പറഞ്ഞ സ്ഥലത്ത് പറഞ്ഞത് കാണാം. ചത്തുപോയ ജീവിയെ ഭക്ഷിക്കുന്നത് പോലെയാണ് ഒരാളുടെ ഗീബത്ത് പറയുക എന്ന് പറയുന്നത്. അള്ളാഹു ഗീബത്തിനെ തൊട്ടെല്ലാം, അതുപോലെ എല്ലാ ദോഷങ്ങളും തൊട്ട് അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഏതായാലും തെറ്റിദ്ധരിക്കുക എന്ന് പറയുന്നത് സൂഉൽ-ളന്ന്. സൂഉൽ-ളന്ന് കൊണ്ട് ഉദ്ദേശം തെളിവില്ലാതെ മറ്റൊരുത്തരെ സംബന്ധിച്ച് അയാൾ മോശമാണെന്ന് മനസ്സുകൊണ്ട് ഉറപ്പിക്കുക. അതിനാണ് സൂഉൽ-ളന്ന് എന്നൊക്കെ പറയുന്നത്. അതുകൊണ്ട് ഈ ആയത്ത്, സൂറത്തുൽ ഹുജറാത്തിൻ്റെ 12ാമത്തെ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് ഒരുപാട് മുഫസ്സിരീങ്ങൾ ധാരാളം സൂഉൽ-ളന്നെ സംബന്ധിച്ച് പറഞ്ഞത് കാണാം. അതിലേക്ക് ചെറിയ ഒരു ഇഷാറത്ത്
ഇവിടെ സൂചിപ്പിക്കാം. ഒരു മുഅ്മിനായ സ്വാലിഹായ മനുഷ്യനോടുകൂടെ തെറ്റിദ്ധരിക്കുക എന്ന് പറഞ്ഞാൽ അത് പാടില്ലാത്ത സംഗതിയാണ്. അല്ലെങ്കിൽ ഒരാളുടെ വാക്ക് കേട്ടിട്ട് അതിൻ്റെ മായന ഫാസിദായ മായന ഉദ്ദേശിക്കുക. ഒരാൾ ഒരു വാക്ക് കേട്ടിട്ട് അതിൻ്റെ യഥാർത്ഥ മായന വേറെ ഉണ്ടാകാം, അതിൻ്റെ ഉദ്ദേശങ്ങൾ വേറെ ഉണ്ടായിരിക്കെ ആ പറഞ്ഞ വാക്കിന് ഫാസിദായ മായനെ ചുമത്തിക്കൊണ്ട് അയാളെ തെറ്റിദ്ധരിക്കുക, അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പറ്റില്ല. മാത്രമല്ല അങ്ങനെ മറ്റൊരു മായനാക്ക് ചുമത്തിക്കൊണ്ട് വേറൊരു യഥാർത്ഥ മായന ഉണ്ടായിരിക്കെ മുസ്ലിമീങ്ങളുടെ അവസ്ഥ അനുസരിച്ച് യോജിച്ച മായന ഉണ്ടായിരിക്കെ ഫാസിദായ മായന ഉദ്ദേശിച്ചിട്ട് അയാളെ തെറ്റിദ്ധരിക്കുക എന്ന് പറഞ്ഞാൽ അതും ഒരു സൂഅലിന്റെ പ്രധാനപ്പെട്ട ഭാഗമാണ്. ബഹുമാനപ്പെട്ട സയ്യിദുനാ സുഫിയാൻ സൗരി റളിയല്ലാഹു അൻഹു പറഞ്ഞു, മറ്റുള്ളവരെ കുറിച്ച് വിചാരിക്കുക ലന്ന് അത് രണ്ട് വിധമാണുള്ളത്. ഒന്ന് മനസ്സിൽ വന്ന് അതിനെ തന്നെ നാവിൽ പറയുക, ഇത് ഒരു മുസൽമാനെ സംബന്ധിച്ചിടത്തോളം സൂഉൽ ലന്ന് അത് തെറ്റാണ്. രണ്ടാമത്തത് മനസ്സിൽ വന്നു പക്ഷെ നാവിൽ പറഞ്ഞിട്ടില്ല, അത് അധികം തെറ്റാവൂല. അതേ സ്ഥാനത്ത് കാരണം മനസ്സ് കാലിയാണ് എന്നാ പ്രശ്നമില്ല. അതേ സ്ഥാനത്ത് ലന്ന് പല വിധത്തിലാണുള്ളത്. അള്ളാഹുവിനെ കൊണ്ട് ലന്ന് അത് ഹുസ്നുൽ ലന്ന്, അള്ളാഹുവിനെ കൊണ്ട് ഹുസ്നുൽ ലന്ന് വെക്കുക. അതുപോലെ ഒരു മുഅ്മിനായ മനുഷ്യനെ സംബന്ധിച്ച് ലുന്നുൽ മുഅ്മിനീന ഖൈറ എന്ന നിലക്ക് ഈമാനുള്ള ആൾക്കാരെ കുറിച്ച് നല്ലത് വിചാരിക്കുക. അതുപോലെ ഹറാമായ ലന്നുകളുമുണ്ട്, അള്ളാഹുവിനെ കുറിച്ച് ചീത്ത വിചാരിക്കുക. അതുപോലെ മുഅ്മിനായ മനുഷ്യനെ സംബന്ധിച്ച് ചീത്ത വിചാരിക്കുക. അതേ സ്ഥാനത്ത് ജായിസ ലന്നുമുണ്ട്, അതായത് ഫാസിഖ് മുഅ്ലിനായ പരസ്യമായി തെറ്റ് ചെയ്യുന്ന ഫാസിഖിനോട് അയാളെക്കുറിച്ച് അയാളെ പ്രവർത്തനത്തിൽ നിന്ന് മനസ്സിലായതുകൊണ്ട് അയാളെക്കുറിച്ച് ധരിക്കുക, അതെല്ലാം ജായിസായ കർമ്മമായി വരും. ഏതായാലും തെറ്റിദ്ധാരണ നമുക്ക് ഒരിക്കലും ഉണ്ടായിക്കൂടാ. പരിശുദ്ധ ഖുർആൻ പറഞ്ഞതാണ് ഇജ്തനിബു കസീറൻ മിനൽ ലന്നി, സൂറത്തുൽ ഹുജറാത്ത് 12. അധിക ഭാവനകളും വിചാരണകളുമെല്ലാം നിങ്ങൾ സൂക്ഷിച്ചു കൊള്ളണം. മാത്രമല്ല ആയിഷ ബിബി റളിയല്ലാഹു അൻഹ പറയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തസ്ലീമൻ കസീറൻ കസീറ തങ്ങൾ പഠിപ്പിച്ച ഒരു ഹദീസ് ശരീഫ്, വല്ലവരുത്തനും അവൻ്റെ സഹോദരനെ സംബന്ധിച്ച് തെറ്റിദ്ധരിച്ചാൽ തീർച്ചയായും അവൻ റബ്ബിനെ തെറ്റിദ്ധരിച്ചു. കാരണം അല്ലാഹു തആല അല്ലേ പറഞ്ഞത് ഇജ്തനിബു കസീറൻ മിനൽ ലന്നി, അധിക വിചാരണകളും നിങ്ങൾ ഒഴിവാക്കണം, ഉപേക്ഷിക്കണം എന്ന് അല്ലാഹു പറഞ്ഞതാണ്. അപ്പോൾ മുഅ്മിനായ മനുഷ്യനെ സംബന്ധിച്ച് ഒരു സുഹൃത്തിനെ സംബന്ധിച്ച് തെറ്റിദ്ധരിക്കുന്നത് യഥാർത്ഥത്തിൽ അള്ളാഹുവിനെ തെറ്റിദ്ധരിക്കലാണ്. കാരണം അള്ളാഹു കൽപ്പിച്ചത് നിങ്ങൾ തെറ്റിദ്ധാരണ ഒഴിവാക്കണം എന്നാണ്. എന്നിരിക്കെ തെറ്റിദ്ധരിക്കുമ്പോൾ അത് അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് തെറ്റിദ്ധരിച്ചതുപോലെയാണെന്ന് ഒരു ഹദീസ് കൻസുൽ ഉമ്മാല് കിതാബുൽ അഖ്ലാഖ് ലന്നുസൂ 3-ാം വാല്യം, അതുപോലെ 199-ാമത്തെ പേജ്, അതായത് 7582-ാമത്തെ ഹദീസിൽ കൻസുൽ ഉമ്മാല് ബഹുമാനപ്പെട്ട അല്ലാമ മുത്തഖിൽ ഹിന്ദി റഹ്മത്തുള്ളാഹി അലൈഹി രേഖപ്പെടുത്തുകയാണ്. അതുപോലെ ഒരാളുടെ മനസ്സിൽ ഒരാളെക്കുറിച്ച് തെറ്റിദ്ധാരണ ഉണ്ട് എന്ന ഒറ്റടിക്കത് തെറ്റെന്ന് പറയാൻ പറ്റില്ല. കാരണം അത് മനസ്സിൽ അയാൾ ചീത്ത ചിന്ത വരുമ്പോഴേക്ക് അവൻ കുറ്റക്കാരനാവൂല. കാരണം മനസ്സിൽ വരുന്നതെല്ലാം നമുക്ക് ഇല്ലാതെയാക്കാൻ കഴിയില്ലല്ലോ. ലാ യുകല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ ഉസ്അഹാ, ഓരോരുത്തരുടെ കഴിവനുസരിച്ചല്ലേ അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ചിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ആ മനസ്സിൽ വരുമ്പോഴേക്ക് അതിൽ തന്നെ മനസ്സിൽ ഉറച്ചു നിൽക്കുന്ന ശൈലിയാകുമ്പോൾ അപ്പോൾ തെറ്റാണ്. കഴിയുന്ന പരമാവധി മനസ്സിൽ അങ്ങനെ വരുമ്പോഴേക്ക് അതില്ലാതെയാക്കാൻ നാം പരിശ്രമിക്കേണ്ടതുണ്ട്. ഏതായാലും തെറ്റിദ്ധാരണ ഹറാമാകുന്ന പല കോലങ്ങളും മഹാന്മാർ പഠിപ്പിച്ചിട്ടുണ്ട്. ചില കോലങ്ങൾ മാത്രം ഇവിടെ പറയാം. ബഹുമാനപ്പെട്ട ബദ്രുദ്ദീനിൽ ഐനി റഹ്മത്തുള്ളാഹി ബുഖാരിക്കുള്ള ഷറഹിൽ കിതാബുൽ ബിർരി വസ്സില ബാബുമാ യുൻഹ അതിൽ പറഞ്ഞതുപോലെ തെറ്റിദ്ധാരണ എന്ന് പറഞ്ഞ ഹറാമാകുന്നത് മനസ്സിൽ വന്ന് ഒരാളെക്കുറിച്ച് വിചാരണ വന്നു, എന്നിട്ട് അതന്നെ ഇസ്രാറാക്കി മനസ്സിൽ തന്നെ ഉറച്ചു നിർത്തി, അതേ സ്ഥാനത്ത് മനസ്സിൽ വരുമ്പോഴേക്ക് അത് ഇല്ലാതെ ആക്കിയാൽ നോക്കി, അപ്പോൾ അത് തെറ്റില്ല. അതേ സ്ഥാനത്ത് മനസ്സിൽ ഉറച്ചു നിർത്തി, എന്നാൽ അത് തെറ്റാണ്. ഉംദത്തുൽ ഖാരി 15-ാം വാല്യം 218-ാമത്തെ പേജിൽ, അതായത് 6065-ാമത്തെ ഹദീസ് വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞത് കാണാം. മാത്രമല്ല ഹുജ്ജത്തുൽ ഇസ്ലാം ഇമാം മുഹമ്മദ് ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു, തെറ്റിദ്ധാരണ ഹറാമാകുന്നത് അതുപോലെ നാവ് കൊണ്ട്
ആ തെറ്റിദ്ധാരണ മനസ്സിൽ വെച്ചതുപോലെ അത് പറയലും ഹറാമാണ്. അപ്പൊ തെറ്റിദ്ധാരണ കൊണ്ട് ഉദ്ദേശം എന്താ? മനസ്സിൽ ഒരാളെ കുറിച്ച് അയാൾ മോശമാണെന്ന് ഉറപ്പിക്കുക. മനസ്സിൽ അങ്ങനെ കുറെ വസ്വാസുകളും മറ്റൊക്കെ ഉണ്ടാകാമല്ലോ, അത് അധികം മാഫാണ്. അതിൽ സംശയം വന്നാൽ അതും മാഫുണ്ട്. അതേ സ്ഥാനത്ത് മനസ്സിൽ ഉറച്ചു നിർത്തുക, നമ്മൾ അത് മനസ്സിൽ നിന്ന് ഇല്ലാതെയാക്കാൻ പരിശ്രമിക്കണം. അതാക്കുന്നില്ലെങ്കിൽ അത് തന്നെ തെറ്റിദ്ധാരണയാണ്. മാത്രമല്ല, നമ്മുടെ മനസ്സിൽ തെറ്റിദ്ധാരണ ഉറച്ചിട്ടുണ്ട് എന്ന് അറിയിക്കാനുള്ള അടയാളാണെന്ത്? നമ്മൾ ആരെക്കുറിച്ചാണോ വിചാരിക്കുന്നത് അയാളെക്കുറിച്ച് നമ്മുടെ ഖൽബിയായ കൈഫിയത്ത് മാറ്റം വന്നിക്കണോ നോക്കണം. മനസ്സിൽ കൈഫിയത്ത്, കാരണം അയാൾ കാണുമ്പോഴേക്ക് വെറുപ്പ് വരുന്നുണ്ടോ, അയാളെക്കുറിച്ച് നിഫ്രത്ത് വരുന്നുണ്ടോ, അയാളൊരു ഭാരമായി തോന്നുന്നുണ്ടോ. മാത്രമല്ല, അയാളെ മുമ്പിൽ വരുമ്പോൾ അയാളെക്കുറിച്ച് ചിന്തകൾ, ബഹുമാനവും എന്നും ആ വിഷയത്തിലെല്ലാം ഒരു മടി വരുന്നുണ്ടോ. കാരണമൊന്നുമില്ലാതെ ഇങ്ങനെ തെറ്റിദ്ധാരണ വരികയാണെങ്കിൽ അത് ഇല്ലാതെയാക്കാൻ നാം പരിശ്രമിക്കേണ്ടതുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു, നിങ്ങൾ ആരെങ്കിലും ഒരാളെക്കുറിച്ച് തെറ്റിദ്ധരിച്ചാൽ അതിൽ നിങ്ങൾ മനസ്സിൽ ഒരു തെറ്റിദ്ധാരണ വന്നു കഴിഞ്ഞാൽ അത് മനസ്സിൽ ഉറച്ചു നിർത്തരുത്, അത് ഇല്ലാതെയാക്കാൻ നോക്കണം. അതായത് മനസ്സിൽ അതിന് സ്ഥലം കൊടുക്കരുത്. പിന്നെ ആ മനസ്സിൽ ഒരു ധാരണ വന്നാൽ അതിനോട് യോജിച്ച പ്രവർത്തനം നിങ്ങൾ അവയവങ്ങളിലോ നിങ്ങളുടെ നാവിലോടോ അത് വെളിവാകാൻ പാടില്ല. ആ ചിന്ത നിങ്ങൾ മനസ്സിൽ ഉറച്ചു നിർത്തരുത് എന്ന് ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഇമാം തൊബ്രാനി റഹ്മത്തുള്ളാഹി അലൈഹി അവിടുത്തെ മുഅ്ജമുൽ കബീർ ബാബു മനിസ്മുൽ ഹാരിസ് 3-ാം വാല്യം 228, അതായത് 3227-ാമത്തെ ഹദീസിൽ വിശദീകരിക്കുകയാണ്. അതുകൊണ്ട് നാം ചിന്തിക്കേണ്ടതുണ്ട്, തെറ്റിദ്ധാരണ മനസ്സിൽ ഒരാളെക്കുറിച്ച് വരുമ്പോൾ അത് മനസ്സിൽ ഉറച്ചു നിർത്താൻ പാടില്ല. കാരണം ഇബ്ലീസ് മൽഊന് ഏതെങ്കിലും ഒരാളെ മനസ്സിൽ നല്ല ഒരു മനുഷ്യനെ സംബന്ധിച്ച് തോന്നിപ്പിച്ചു, അയാളൊരു മുറായിയാണ്, ലോകമാന്യം റിയാഇന്റെ ആളാണെന്ന് തോന്നിപ്പിച്ചു. അപ്പം തന്നെ ഈ മനുഷ്യൻ ആ തെറ്റിദ്ധാരണ മനസ്സിൽ നിന്ന് ഇല്ലാതെയാക്കാൻ നോക്കി. എന്നാൽ മറിച്ച് പറയണം, ആ മനുഷ്യൻ റിയാ ഉള്ള ആളല്ല, മുഖ്ലിസാണ്, ഇഖ്ലാസുള്ള ആളാണ് എന്ന ഹുസ്നു തന്നെ മനസ്സിലാണ്ട് നിർത്തുകയും ചെയ്താൽ ഇദ്ദേഹത്തിന് ആ വിഷയത്തിൽ പിടിച്ചു ശിക്ഷയില്ല എന്ന് മാത്രമല്ല അവൻ തെറ്റുകാരനുമല്ല എന്നും നമുക്കതിന് മനസ്സിലാക്കാം. അതേ സ്ഥാനത്ത് മനസ്സിൽ തെറ്റിദ്ധാരണ വരുമ്പോഴേക്ക് അതിനെ അപ്പോൾ തന്നെ കളവാക്കി അത് ഇല്ലാതെയാക്കാൻ നോക്കണം. അതേ സ്ഥാനത്ത് അതിനെ മനസ്സിൽ ഉറച്ചു നിർത്തിയാൽ അത് യഖീന്റെ സ്ഥാനത്തേക്ക് എത്തിക്കഴിഞ്ഞാൽ അയാള് റിയാഇന്റെ ആള് തന്നെയാണ് എന്ന് ആ വിധത്തിൽ തെറ്റിദ്ധരിച്ചാൽ അവൻ കുറ്റക്കാരനാവുകയും, നാവുകൊണ്ട് പറഞ്ഞിട്ടില്ലെങ്കിലും അങ്ങനെയാണെന്ന് ചില മഹാന്മാരൊക്കെ രേഖപ്പെടുത്തിയതായി കാണാം. അതോടുകൂടെ തെറ്റിദ്ധാരണ നാവ് കൊണ്ട് പറയുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യാന്ന് പറഞ്ഞാൽ ബഹുമാനപ്പെട്ട അബ്ദുൽ ഖനി നാബുർസി റഹ്മത്തുള്ളാഹി അൽ ഹദീഖത്തു നദിയ 2-ാം വാല്യം 13-ാമത്തെ പേജ് ഖുലുഖ് 24 വിശദീകരിച്ചു. ഷക്ക്, വഹ്മ്, ഷക്ക് സംശയം, വഹ്മ് യഖീനാകുമ്പോൾ 100%, ലന്നാകുമ്പോൾ 80%, ഷക്കാകുമ്പോൾ 50%, വഹ്മാകുമ്പോൾ 30%. അപ്പൊ ഷക്കിന്റെയും വഹ്മിന്റെ അടിസ്ഥാനത്തിൽ മുഅ്മിനീങ്ങളെ തെറ്റിദ്ധരിക്കുക അത് ഹറാമാകുന്നത് എപ്പോഴാണ്? അതിന്റെ അസർ അവയവങ്ങളിൽ വെളിവാകുന്നു. അതായത് അവന്റെ മനസ്സിൽ വന്ന വിചാരം പോലെ അവന്റെ നാവിൽ ആ തെറ്റിദ്ധാരണ അവൻ പറയുന്നുണ്ട്, എന്നാൽ അവൻ തെറ്റിദ്ധരിച്ചവനാണ്, നാവ് കൊണ്ട് അത് കൊണ്ടുവന്നതും അതിന്റെ അമലിനോട് യോജിച്ചതാണ് എന്ന് അൽ ഹദീഖത്തു നദിയ 2-ാം വാല്യം 13-ാമത്തെ പേജിൽ പറഞ്ഞത് കാണാം. ഏതായാലും തെറ്റിദ്ധാരണ നമ്മുടെ ഇഷ്ടാനുസരണമല്ലാതെ ഗൈർ ഇഖ്തിയാരിയായി നമ്മുടെ മനസ്സിൽ വന്നുപോയി, എന്നാൽ അതിന് പ്രശ്നമൊന്നുമില്ല. അതനുസരിച്ച് പ്രവർത്തിക്കുന്നത്, നമ്മൾ ആരെക്കുറിച്ചാണ് വിചാരിച്ചത് അയാളെക്കുറിച്ച് അതനുസരിച്ച് പ്രവർത്തിച്ച് അയാളെ മനസ്സിൽ തെറ്റിദ്ധാരണ ഉറച്ചു നിർത്തിക്കൊണ്ട് അയാളെ നിസ്സാരപ്പെടുത്തലും അതുപോലെ അയാളെ അയവ് നൽകലും അല്ലെങ്കിൽ അയാൾ മനസ്സിൽ വിചാരിച്ചത് പറയലും അത് കുറ്റകരമാണ് എന്ന് ബഹുമാനപ്പെട്ട മുഫസ്സിരീങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. മാത്രമല്ല റൂഹുൽ മആനിലടക്കം 12-ാം ഈ ആയത്ത് സൂറത്തുൽ ഹുജറാത്ത് 12-ാമത്തെ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് 26-ാം വാല്യം 429-ാമത്തെ പേജിൽ രേഖപ്പെടുത്തതായി കാണാം. ഇങ്ങനെയുള്ള കാര്യങ്ങളും നാം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതോടുകൂടെ
ഒരാള് നമ്മളെ വീട്ടിലേക്ക് വിളിച്ചു, വീട്ടിലെത്താൻ കഴിഞ്ഞിട്ടില്ല. അങ്ങനെ പിന്നീട് കണ്ടപ്പോൾ എന്തേ വരാത്തെന്ന് ചോദിച്ചപ്പോൾ അവിടെ എന്തായി കാരണം പറഞ്ഞു. ആ സമയത്ത് വിളിച്ച ആൾക്ക് മനസ്സിൽ ശൈത്താൻ വസ്വാസം ഉണ്ടാക്കി, അയാൾ പറഞ്ഞത് കളവാണ്. ഉടനെ അയാൾ മുഖത്ത് നോക്കിക്കൊണ്ട് പറഞ്ഞു, നീ കളവാ പറഞ്ഞത് എന്ന് പറഞ്ഞാൽ ആ ശൈത്താന് തോന്നിപ്പിച്ച വസ്വാസം അനുസരിച്ച് നീ കളവ് പറഞ്ഞു എന്ന് അയാളോട് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു തെറ്റിദ്ധാരണയാണ്, അത് ഹറാമാണെന്ന് ബഹുമാനപ്പെട്ട പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയതായി കാണാം. മാത്രമല്ല ബഹുമാനപ്പെട്ട ഹുജ്ജത്തുൽ ഇസ്ലാം ഇമാം മുഹമ്മദ് ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു, തെറ്റിദ്ധാരണ ഹറാമാകുന്നു എന്നതിന് കാരണം എന്താ? മനസ്സിന്റെ ഉള്ളിന്റെ രഹസ്യങ്ങൾ അല്ലാഹു തആലയാണ് അറിയുക. മനസ്സിന്റെ ഉള്ളിന്റെ ഉള്ളിൽ എന്താ ഉള്ളത് അത് അല്ലാഹു തആലയാണ് അറിയുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഒരാളെ കുറിച്ച് തെറ്റിദ്ധാരണ വെച്ചിട്ട് അയാള് ഇങ്ങനെയാണ് അങ്ങനെയാണ് എന്ന് പറയൽ ഒരിക്കലും ജായിസല്ല. കാരണം അയാളുടെ തിന്മ നിങ്ങൾക്ക് നല്ലോണം വെളിവായി, തഅവീൽ പോലും അതിന് സാധ്യതയില്ലാത്ത വിധത്തിലാണ്. എന്നാൽ മാത്രമേ ഒരാളെ കുറിച്ച് അങ്ങനെ വിചാരിക്കാവൂ. അവിടെയും ഗീബത്തും നമീമത്തിന്റെ നിയമങ്ങളൊക്കെ സൂക്ഷ്മത പാലിച്ചു കൊണ്ടായിരിക്കണം. അതുകൊണ്ട് തെറ്റിദ്ധാരണ എന്ന് പറയുന്നത് കൈവതും നാം സൂക്ഷിക്കേണ്ടതുണ്ട്. ശൈത്താൻ നമ്മളെ മനസ്സിൽ പലതും ഉണ്ടാക്കി തീർക്കുമെന്നും വളരെ വിശദമായി അതിനെ സംബന്ധിച്ച് എത്രമാത്രം ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി പറയാണ്, നിന്റെ മനസ്സിൽ ഒരാളെ കുറിച്ച് ഇങ്ങനെ വന്നെങ്കിൽ ആ വിചാരണയെ അത് കളവാപ്പിക്കുക, അത് ശരിയല്ല എന്ന്. കാരണം തെറ്റിദ്ധാരണ ഫിസ്കാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് മനസ്സിൽ അത് ഇല്ലാതെയാക്കാൻ നോക്ക്. മാത്രമല്ല ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി പറയുന്നു, ഒരാളെ കുറിച്ച് അവന്റെ വായിൽ നിന്ന് കള്ളിന്റെ വാസന വന്ന് വിചാരിച്ചോളി, എന്നാൽ പെട്ടെന്ന് അയാളെ ഹദ്ഫ് എന്ന നിലക്കോ അല്ലെങ്കിൽ ഹദ് എന്ന നിലക്കോ അടിക്കാനോ ശിക്ഷിക്കാനോ പറ്റില്ല. ആദ്യം ആ കള്ളിനെ സംബന്ധിച്ച് അവൻ കള്ള് വായിലിട്ട ഉടനെ തുപ്പിക്കളഞ്ഞു എന്ന് സാധ്യത ഉണ്ട്. അതേപോലെ അവനെ ഇക്രാഹ് ചെയ്തിട്ട് കള്ളു കുടിപ്പിച്ചിട്ടുണ്ടാകും. ഇങ്ങനെയുള്ള ഇഹ്തിമാലാത്ത് ശുബ്ഹത്തുകളൊക്കെ ഉണ്ടാകുമ്പോൾ ശർഈയായ സുബൂത്ത് കൊണ്ട് സ്ഥിരപ്പെടാതെ വെറും ഒരു ഖൽബിയായ ഖയാലിന് വേണ്ടിയിട്ട് മനസ്സിൽ വന്ന ഒരു തീരുമാനത്തിന് വേണ്ടി അത് വിശ്വസിച്ചിട്ട് ആ മുസ്ലിമായ മനുഷ്യനെ തെറ്റിദ്ധരിക്കാൻ പാടില്ല എന്ന് ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി ഇഹ്യാ ഉലൂമുദ്ദീൻ കിതാബ് ആഫാത്തുൽ ലിസാൻ ബയാനു തഹരീമിൽ ഗീബത്ത് ബിൽ ഖൽബ് 3-ാം വാല്യം 186-ാമത്തെ പേജിൽ പറഞ്ഞത് കാണാം. മാത്രമല്ല തെറ്റിദ്ധാരണ എന്ന് പറയുന്നതിനെ സംബന്ധിച്ച് ഒരു ചരിത്രം മഹാന്മാർ രേഖപ്പെടുത്തുന്നു. ബഹുമാനപ്പെട്ട അലാമ അബു സഅദാത്ത് അബ്ദുല്ലാഹി ഇബ്നു സഈദ് അൽ യാഫഈ റഹ്മത്തുള്ളാഹി അലൈഹി അവിടുത്തെ റൗദുർ റയാഹീൻ എന്ന് പറയുന്ന മഹത്തായ ഗ്രന്ഥത്തിന്റെ 137-ാമത്തെ ഹികായത്ത് ഒരു വലിയ ഒരു ചരിത്രമാണ്. ചുരുക്കി പറയാം, ബഹുമാനപ്പെട്ട യാഫി ഇമാം റഹ്മത്തുള്ളാഹി അലൈഹി രേഖപ്പെടുത്തുന്നു, ബിശ്റുൽ ഹാഫി റളിയല്ലാഹുവിന്റെ കാലത്തുള്ള ഒരു മഹാനെ സംബന്ധിച്ച് മഹാനവറുകൾ പറയുകയാണ്, ബഗ്ദാദിൽ ഇതാ ഒരു കച്ചവടക്കാരുണ്ടായിരുന്നു. പക്ഷേ അയാള് ഔലിയാക്കളോട് ഭയങ്കര ദേഷ്യവും ഔലിയാക്കളെ കുറിച്ച് പലതും പറയുമായിരുന്നു. അങ്ങനെ കുറച്ചു കാലം കഴിഞ്ഞതിന്റെ ശേഷം നോക്കുമ്പോൾ എപ്പോഴും ഔലിയാക്കൾ ആക്ഷേപിച്ചിരുന്ന ആ കച്ചവടക്കാരന് എപ്പോ നോക്കിയാലും ഔലിയാക്കളെ സഹവാസത്തിലുണ്ടാകും. അങ്ങനെ അദ്ദേഹത്തോട് കാരണം ചോദിച്ചപ്പോൾ മാത്രമല്ല ഈ കച്ചവടക്കാരൻ സമ്പത്ത് മുഴുവനും ഔലിയാക്കളിലേക്ക് സമർപ്പിച്ച് ഇത് അറിഞ്ഞപ്പോൾ അദ്ദേഹത്തോട് കാരണം ചോദിച്ചു. ആ സമയത്ത് കച്ചവടക്കാരൻ പറഞ്ഞത്, ഇങ്ങനെ ഒരു മാറ്റം വരാൻ കാരണം ഞാൻ ആദ്യം തെറ്റിലായിരുന്നു, എൻ്റെ അവസ്ഥ തെറ്റായിരുന്നു, ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. അതിന് കാരണം എന്ത്? ഞാൻ തെറ്റിലാണെന്ന് അറിഞ്ഞത് ഒരു ദിവസം ജുമാ നിസ്കാരം കഴിഞ്ഞ് പുറത്തേക്ക് ഇങ്ങനെ വരുമ്പോൾ ഞാൻ നോക്കുന്നു, ബിശ്റുൽ ഹാഫി റളിയല്ലാഹു തആല അൻഹു മഹാനവറുകൾ പള്ളിയിൽ നിന്ന് ഉടനെ വേഗതയോടുകൂടെ പുറപ്പെടുന്നുണ്ട്. അങ്ങനെ ഞാൻ വിചാരിച്ചു, ഇന്ന് നോക്കാം, ഇത് വലിയൊരു സൂഫിയായി അറിയപ്പെടുന്ന ആളാണല്ലോ ബിശ്ർ ഹാഫി, കുറച്ച് സമയം പോലും പള്ളിയിലിരിക്കാൻ ഇയാൾ തയ്യാറില്ല. ഇയാൾ എവിടേക്കാണിത് പോകുന്നത്? എവിടേക്കാണ് ഇങ്ങനെ സ്പീഡ് പോകുന്നത്, വേഗതയിൽ പോകുന്നത്? ഞാനൊന്ന് നോക്കട്ടെ എന്ന് ചിന്തിച്ചുകൊണ്ട് ബിശ്റുൽ ഹാഫി റളിയല്ലാഹുവിന്റെ പിന്നാലെ ഇയാൾ നടക്കുകയാണ്. അങ്ങനെ സുബ്ഹാന ജല്ല ജലാലുഹു എവിടെ പോകുമ്പോഴും ബിശ്റുൽ ഹാഫി റളിയല്ലാഹു എവിടുക്കാ പോണ് എന്ന് പിന്നാലെ പോകുമ്പോൾ ബിശ്റുൽ ഹാഫി റളിയല്ലാഹു അൻഹു മാർക്കറ്റിൽ പോയി ഇതാ നല്ല സ്മൂത്തുള്ള പത്രികളും എല്ലാം വാങ്ങിക്കൊണ്ട് ആ സമയത്ത് ഇതാ ഇദ്ദേഹം പറയുന്നു, ഞാനിങ്ങനെ ചിന്തിച്ചു, ഇത്ര വലിയൊരു സൂഫിയായിട്ട് ഇയാള് നല്ല മിൻസല്ല റൊട്ടികളൊക്കെ നോക്കി
വാങ്ങുന്നു. എന്നിട്ട് കബാബിന്റെ പീടിയിൽ പോയി 1 ദിർഹം കബാബ് വാങ്ങുന്നു. ആ സമയത്ത് ഇദ്ദേഹത്തിന് വല്ലാത്ത ദേഷ്യം വന്നു. ഇദ്ദേഹം പറയാണ്, അത് കണ്ടപ്പോൾ എനിക്ക് വല്ലാത്ത ദേഷ്യം വന്നു. ഇയാൾ വലിയ ഒരു സൂഫിയായിട്ട് ഇയാൾ ജുമാ നിസ്കാരം കഴിഞ്ഞ പള്ളിയിൽ അല്പസമയം ഇരിക്കാതെ ഇത്ര പെട്ടെന്ന് വന്നിട്ട് ഭക്ഷണവും കബാബും നല്ല നല്ല വസ്തുക്കളൊക്കെ വാങ്ങുന്നുണ്ട് എന്ന് ഇദ്ദേഹം ചിന്തിച്ചു. മാത്രമല്ല മധുരം, ഹലുവ മുതലായവ ലഭിക്കപ്പെടുന്ന പീടികയിൽ പോയി അവിടെയും 1 ദിർഹമിന് നല്ല പലഹാരം വാങ്ങുകയാണ്. ഇത് കണ്ടപ്പോൾ ഇയാൾക്ക് ഒന്നും കൂടി ദേഷ്യം വന്നു. അങ്ങനെ സുബ്ഹാന ജല്ല ജലാലുഹു ഇയാൾ ഭക്ഷണം കഴിക്കാനിരിക്കുമ്പോൾ, ബിശ്ർ ഹാഫി ഭക്ഷണം കഴിക്കാനിരിക്കുമ്പോൾ ഞാനൊന്ന് പാഠം പഠിപ്പിക്കും, ഞാനൊന്ന് പരിഹസിക്കണം എന്ന നിലക്ക് ഇതാ ഇദ്ദേഹം പിന്നാലെ പോവുകയാണ്. ആ സമയത്ത് ബിശ്ർ ഹാഫി റളിയല്ലാഹു അൻഹു ഈ വസ്തുക്കളൊക്കെ വാങ്ങിയിട്ട് നേരെ കാട്ടിലേക്കാണ്, കാടിന്റെ ഭാഗത്തേക്കാണ് പോകുന്നത്. അപ്പോൾ ഞാൻ ചിന്തിച്ചു, ഇദ്ദേഹം പറയാണ് കച്ചവടക്കാരൻ, ഞാൻ ചിന്തിച്ചു ഭക്ഷണം കഴിക്കാൻ വേണ്ടി എവിടെങ്കിലും മരത്തിന്റെ തായിൽ അതുപോലെ വെള്ളം തേടിക്കൊണ്ടായിരിക്കും പോകുന്നത്. അങ്ങനെ ഞാനും പിന്നാലെ പോയി. അസറിന്റെ ടൈമായപ്പോൾ ബിശ്റുൽ ഹാഫിദ ഒരു പള്ളിന്റെ ഭാഗത്തേക്ക് എത്തുകയാണ്. അങ്ങനെ അവിടെ പള്ളിയിൽ ഒരു രോഗി ഉണ്ടായിരുന്നു. ബഹുമാനപ്പെട്ട ബിശ്റുൽ ഹാഫി റളിയല്ലാഹു അൻഹു അതേ ആ രോഗിയുടെ തലഭാഗത്ത് നിന്നുകൊണ്ട് ഭക്ഷണം ഭക്ഷിപ്പിച്ചു. അങ്ങനെ കുറച്ചു സമയം ഞാനൊന്ന് പുറത്തേക്ക് പോയി. പിന്നെ വരുമ്പോഴേക്ക് ഞാൻ അവിടുന്ന് പോയി നാട് കുറച്ചിങ്ങനെ സഞ്ചരിച്ച് ഇങ്ങോട്ട് വരുമ്പോഴേക്ക് ബിശ്റുൽ ഹാഫി റളിയല്ലാഹുവിനെ കാണുന്നില്ല. അങ്ങനെ ഞാൻ ആ രോഗിയെ ചോദിച്ചു, എവിടെ പോയി ആ മനുഷ്യൻ എന്ന് ചോദിക്കുമ്പോൾ ആ രോഗി പറഞ്ഞത്, ആ ബിശ്റുൽ ഹാഫി ബഗ്ദാദിലേക്ക് തന്നെ തിരിച്ചു പോയല്ലോ. ഞാൻ ചോദിച്ചു, ബഗ്ദാദ് ഇവിടെ നിന്ന് എത്ര ദൂരെയാണുള്ളത്? ആ സമയത്ത് രോഗി പറഞ്ഞു 120 മൈലാണുള്ളത്. ഇത് കേട്ടപ്പോൾ ഇയാൾ വല്ലാത്ത വിഷമത്തോടുകൂടെ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് പറയുകയും താൻ ചെയ്ത പ്രവർത്തനത്തിന് ഇതാ ദുഃഖിക്കുകയും ചെയ്തു. അങ്ങനെ ഇയാൾ വല്ല വിഷമത്തിലായപ്പോൾ ഇയാൾ കച്ചവടക്കാരന് പറയാണ്, എനിക്ക് വാഹനത്തിൽ പോകാൻ പറ്റിയ മാർഗം അത്ര സമ്പത്തിന്റെ കയ്യിൽ ഇല്ലതാനും. അങ്ങനെ എനിക്ക് ആകെ ബേജാറായി. അങ്ങനെ നിൽക്കുന്ന സമയത്ത് ആ രോഗി, ആ മനുഷ്യൻ എന്നോട് പറഞ്ഞു, ബിശ്റുൽ ഹാഫി റളിയല്ലാഹുവിന് തിരിച്ചു വരുമ്പോഴോ നിങ്ങൾ ഇവിടെ തന്നെ താമസിക്കുക. മഹാനവറുകൾ ജുമാക്ക് ശേഷം ഇവിടെ വരുമ്പോൾ നിങ്ങൾ ഇവിടെ തന്നെ നിൽക്കണം എന്ന് പറയുകയും ചെയ്തു. അങ്ങനെ പിറ്റേ വെള്ളിയാഴ്ച ജുമാക്ക് ശേഷം സയ്യിദുനാ ബിശ്റുൽ ഹാഫി റളിയല്ലാഹു അൻഹു ഭക്ഷണം എടുത്ത് ഈ രോഗിന്റെ അടുക്കലേക്ക് വരുമ്പോൾ അങ്ങനെ ഭക്ഷണമൊക്കെ ഭക്ഷിപ്പിച്ച് ആ സമയത്ത് ഈ രോഗിയായ മനുഷ്യൻ എന്നെ സംബന്ധിച്ച് പറഞ്ഞു, ഓ അബൂ നസർ ബിശ്റുൽ ഹാഫി തങ്ങളെ, ഈ മനുഷ്യൻ ഇതാ നിങ്ങളെ പിന്നാലെ വന്ന ആളാണ്. പിറ്റേ കഴിഞ്ഞ വെള്ളിയാഴ്ച നിങ്ങളെ കൂടെ പിന്നാലെ വന്ന ആളാണ്. അതുകൊണ്ട് നിങ്ങളെ കൂടെ വരാൻ ആഗ്രഹിക്കുന്നു. ഒരാഴ്ച ഇവിടെ തന്നെ ഇയാൾ താമസിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇയാളെ വന്ന സ്ഥലത്തേക്ക് തന്നെ നിങ്ങൾ തിരിച്ചെത്തിക്കണമെന്ന് രോഗി പറയുമ്പോൾ ബിശ്റുൽ ഹാഫി റളിയല്ലാഹു അൻഹു ജലാലിയത്തിന്റെ നോട്ടം കൊണ്ട് ഇദ്ദേഹത്തിനെ നോക്കി. എന്നിട്ട് ചോദിച്ചു, നീ എന്തിനാണ് വന്നത്? ആ സമയത്ത് ഈ കച്ചവടക്കാരൻ എനിക്ക് തെറ്റ് സംഭവിച്ചു എന്നൊക്കെ വിഷയങ്ങളൊക്കെ പറഞ്ഞപ്പോൾ എൻ്റെ പിന്നാലെ വരണം എന്ന് പറയുകയും അങ്ങനെ പിന്നാലെ വന്ന് മഗ്രിബിന്റെ സമയമായപ്പോൾ ഇതാ ബഗ്ദാദ് സിറ്റിയിലേക്ക് അടുക്കുകയാണ്. എന്നിട്ട് ബഹുമാനപ്പെട്ട ബിശ്റുൽ ഹാഫി റളിയല്ലാഹു അൻഹു സ്ഥലം ചോദിക്കുകയും എന്നിട്ട് ബിശ്റുൽ ഹാഫി റളിയല്ലാഹു അൻഹു പോവുക, ഇനി ഇങ്ങനെയുള്ള പ്രവർത്തനം ചെയ്യരുത് എന്ന് താക്കീതാക്കിക്കൊണ്ട് മഹാനവറുകൾ പോവുകയും ചെയ്തു. അതിന്റെ ശേഷമാണ് ഔലിയാക്കളോട് ഞാൻ വിചാരിച്ച തെറ്റിദ്ധാരണ തൊട്ട് തൗബ ചെയ്യുകയും അവരെ സുഹബത്തിൽ അവരെ സഹവാസം ഞാൻ തിരഞ്ഞെടുക്കുകയും ചെയ്തത്. ഇതുവരെ ഞാൻ ഇങ്ങനെയാ നിലകൊള്ളുന്നത് എന്നാ കച്ചവടക്കാരൻ പറഞ്ഞത് ഇമാം യാഫഈ റഹ്മത്തുള്ളാഹി അലൈഹി റൗദുർ റയാഹീൻ 137 ഹികായത്ത് 218 പേജിൽ രേഖപ്പെടുത്തുകയാണ്. അതുകൊണ്ട് നമ്മളെപ്പോഴും ഒരാളെക്കുറിച്ച് തെറ്റിദ്ധരിക്കരുത്. എത്രയോ തെറ്റിദ്ധാരണ നടത്തിയ സംഭവങ്ങൾ, ഖേദിച്ച സംഭവങ്ങളുണ്ട്. ബഹുമാനപ്പെട്ട സുഫ്യാൻ സൗരി റളിയല്ലാഹു അൻഹു കരഞ്ഞുകൊണ്ട് ഒരാൾ പ്രാർത്ഥിക്കുമ്പോൾ അയാളെ നോക്കി തെറ്റിദ്ധരിച്ചപ്പോൾ 500 ദിവസം
500 ദിവസം തഹജ്ജുദിന് തൗഫീഖ് നഷ്ടപ്പെട്ട സംഭവം ഇമാം ഷാറാനി റഹ്മത്തുള്ളാഹിലെ തംബീഹുൽ മുഖ്തറീനിൽ രേഖപ്പെടുത്തുകയാണ്. അതുപോലെ ഹസൻ ബസ്രി റഹിമഹുല്ലാഹിന്റെ കാലത്ത് ഒരാൾ നദിയിൽ നിന്ന് 9 ആളുകളെ രക്ഷപ്പെടുത്തി. അങ്ങനത്തെ ഒരാളെ സംബന്ധിച്ച് ഹസൻ ബസ്രി റഹിമഹുല്ലാ അതുപോലെ തെറ്റിദ്ധാരണമായി ബന്ധപ്പെട്ട ചരിത്രം വളരെ പ്രസിദ്ധമാണ്. ഏതായാലും നാം ചിന്തിക്കണം, തെറ്റിദ്ധാരണ എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിൽ ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല. ആ തെറ്റിദ്ധാരണ ഒരാളെ സംബന്ധിച്ച് വന്നാൽ അത് ഇല്ലാതെയാക്കാൻ ഒരുപാട് ചികിത്സകൾ നമ്മൾ നടത്തേണ്ടതുണ്ട്. 7 ചികിത്സയാണ് ഇതിൽ പ്രധാനമായി പറയാനുള്ളത്. ഒന്നാമത്തത്, മുസ്ലിമീങ്ങളോട് തെറ്റിദ്ധാരണ വന്നാൽ അവരുടെ നന്മകളിലേക്ക് നമ്മൾ നോക്കണം. അവർ ചെയ്യുന്ന സൽക്കർമ്മങ്ങളിലേക്ക്, അവർ ചെയ്യുന്ന ദീനീ പ്രവർത്തനങ്ങളിലേക്ക്, അവരുടെ പ്രവർത്തനങ്ങളിലേക്കും അവരെ നല്ല ഔസാഫുകളിലേക്കും ഗുണങ്ങളിലേക്കും നമ്മൾ നോക്കിയിട്ട് അയാളെക്കുറിച്ചുള്ള തെറ്റിദ്ധാരണ ഞങ്ങളെ മനസ്സിൽ നിന്ന് ഇല്ലാതെയാക്കാൻ നോക്കണം. കാരണം ഒരാളെക്കുറിച്ച് നല്ലത് വിചാരിക്കുന്നത് ഇല്ലാതെയാക്കാൻ ഇബ്ലീസ് അവന്റെ ആയുധങ്ങളെ കൊണ്ട്, പലവിധത്തിലുള്ള ആയുധങ്ങളെ കൊണ്ട് അവൻ അധ്വാനിക്കുന്നു. അതുകൊണ്ട് എപ്പോഴും തെറ്റിദ്ധാരണ എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിൽ ഉണ്ടാകുമ്പോൾ അത് നമ്മൾ ഇല്ലാതെയാക്കി അതിനെ ഹുസ്നുൽ നന്നാക്കി നമ്മൾ മാറ്റേണ്ടതുണ്ട്. മുസ്ലിമീങ്ങളോട് നല്ല വിചാരിക്കുക, അവരുടെ നല്ല പ്രവർത്തനങ്ങൾ കാണുക, അവരുടെ ഖിദ്മത്തുകൾ, അവരുടെ സേവനങ്ങളിലേക്ക് നോക്കിക്കൊണ്ട് തെറ്റിദ്ധാരണ നമ്മൾ ഇല്ലാതെയാക്കാൻ നോക്കണം. അതോടുകൂടെ തെറ്റിദ്ധാരണയിൽ നിന്ന് നമ്മുടെ ചിന്തകൾ മാറ്റണം. ഒരാളെ കുറിച്ച് തെറ്റിദ്ധാരണ ഞങ്ങൾ മനസ്സിൽ വന്നാൽ അത് ഉടനെ ഇല്ലാതെയാക്കി നല്ലത് വിചാരിച്ച്, ഉദാഹരണം പറയാം, ഒരാള് മദ്ഹിൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പാട്ട് പാടുന്നുണ്ട്, അല്ലെങ്കിൽ ഒരാള് വഅദ് പറയുന്നുണ്ട്, ഇഷ്കിന്റെ വാക്കുകളും മറ്റും പറഞ്ഞ് കരയുന്ന സമയത്ത് അവനെക്കുറിച്ച് ഇയാൾ റിയാഇന്റെ ആളാണ്, ലോകമാന്യം നടത്താണ് എന്ന് ഒരു തെറ്റിദ്ധാരണ വന്നാൽ ഉടനെ ഇയാൾ ഇഖ്ലാസിൽ കരയാണ് എന്ന് ചിന്തിക്കുകയും, മാത്രമല്ല സയ്യിദുനാ മഖ്ഹൂൽ ദിമശ്ഖി റഹ്മത്തുള്ളാഹി പറഞ്ഞതുപോലെ, നിങ്ങൾ ഒരാളെ കരയുന്നത് കണ്ടാൽ നിങ്ങൾ സ്വന്തമായി കരയുക, എന്നിട്ട് അയാളെ റിയാഇന്റെ ആളാന്ന് വിചാരിക്കണ്ട. കാരണം ഞാൻ ഒരിക്കൽ ഒരു മനുഷ്യനെ അങ്ങനെ ഒരാൾ കരയുന്നത് കണ്ടപ്പോൾ അങ്ങനെ തെറ്റിദ്ധരിച്ചതിന്റെ പേരിൽ 1 വർഷം വരെ എനിക്ക് അള്ളാഹുവിനെ പേടിച്ച് കരയാണ് കഴിഞ്ഞിട്ടില്ല. ആ കരച്ചിലിനെ തൊട്ട് ഞാൻ മഹ്റൂമായി തടയപ്പെട്ടു എന്ന് ബഹുമാനപ്പെട്ട ഇമാം ഷഅറാനി റഹ്മത്തുള്ളാഹി അലൈഹി തംബീഹുൽ മുഖ്തറീൻ 2-ാം ബാബ് വമിൻ അഖ്ലാഖിഹിം റിഖത്തു ഖുലൂബിഹിം വിശദീകരിച്ചുകൊണ്ട് 107-ാമത്തെ പേജിൽ വിശദമായി പറഞ്ഞത് കാണാം. മാത്രമല്ല, ഒരാളെ കുറിച്ച് തെറ്റിദ്ധാരണ വരുമ്പോൾ നാം ചിന്തിക്കേണ്ട സ്വന്തം നന്നാകുക. അതുപോലെ നമ്മൾ സ്വന്തമായി നന്നായാൽ മറ്റുള്ളവർ നല്ലവരായി നമുക്ക് കാണാൻ കഴിയും. നമ്മൾ നന്നാകാൻ പരിശ്രമിക്കണം. കാരണം ഇദാ സാഅ ഫിഉലുൽ മർഇ സാഅത്തു ളുനൂനുഹു, ഒരു മനുഷ്യന്റെ പ്രവർത്തനം മോശമായാൽ അവന്റെ വിചാരണങ്ങളും മോശമാകും. അതുകൊണ്ട് നമ്മൾ നന്നാവുകയും മറ്റുള്ളവർ നന്നായവരാണ് എന്ന് ചിന്തിക്കുകയും വേണം. നമ്മൾ നന്നാകാൻ ചിന്തയില്ലെങ്കിൽ, നമ്മൾ മോശമാണെങ്കിൽ എല്ലാവരും നമ്മളെപ്പോലെയാണ്, അൽമർഉ യഖീസു അലാ നഫ്സിഹി എന്ന നിലക്ക് മറ്റുള്ളവരും മോശമാണെന്ന് തോന്നിപ്പോകും. അതുകൊണ്ട് സ്വന്തം നന്നാകാൻ പരിശ്രമിക്കണം. നമ്മൾ സ്വന്തം മോശമാകുമ്പോൾ മറ്റുള്ളവർ മോശമായി തോന്നിപ്പോകും. അതുകൊണ്ട് സ്വന്തം നന്നായി മറ്റുള്ളവരെ നല്ലവരായി വിചാരിക്കണം. അങ്ങനെ തെറ്റിദ്ധാരണ എന്ന് പറയുന്നത് ഇല്ലാതെയാക്കാൻ നോക്കണം. ബഹുമാനപ്പെട്ട ആല ഹസ്രത്ത് ഇമാം അഹ്ലി സുന്ന അഹ്മദ് റളിയല്ലാഹു ഖാൻ റഹ്മത്തുള്ളാഹി അലൈഹി അവിടുത്തെ അൽ-ലത്തായ നബവിയ ഫിൽ ഫതാവ റൽവിയ, ആ മഹത്തായ ഗ്രന്ഥത്തിന്റെ 22-ാം വാല്യം 400-ാമത്തെ പേജിൽ രേഖപ്പെടുത്തിയതായി കാണാം. ഖബീസ് ഗുമാൻ ഖബീസ് ദിൽഹി സെ നികൽതാ ഹൈ, അതായത് മോശപ്പെട്ട ഭാവന മോശപ്പെട്ട മനസ്സിൽ നിന്നാണ് വെളിവാകുക. അത് തന്നെയാണ് ബഹുമാനപ്പെട്ട ഇമാം മുനാബി റഹ്മത്തുള്ളാഹി അലൈഹി അവിടുത്തെ ഫൈദുൽ ഖദീർ ഹർഫുൽ ഹംസ 3-ാം വാല്യം 157-ൽ പറഞ്ഞത്. നമ്മൾ സ്വന്തമായി നന്നാകാൻ നോക്കണം. നമ്മൾ തെറ്റിദ്ധരിക്കുന്നത് നമ്മൾ മോശമായതിന്റെ പേരിലാണ്. ഇദാ സാഅ ഫിഉലുൽ മർഇ സാഅത്തു ളുനൂനുഹു, ഒരു മനുഷ്യന്റെ പ്രവർത്തനം മോശമായാൽ അവന്റെ ഭാവനകളും ചിന്തകളും വിചാരണകളും മോശമാകും എന്ന് ബഹുമാനപ്പെട്ട അല്ലാമ മുനാബി റഹ്മത്തുള്ളാഹി അലൈഹി ഫൈദുൽ ഖദീർ 153-ാം വാല്യത്തിൽ രേഖപ്പെടുത്തിയതായി കാണാം. അതുകൊണ്ട് നമ്മുടെ ലാഹിറും ബാത്തിനും നാം ശുദ്ധിയാക്കണം. നമ്മൾ ഹുസ്നുൽ ദന്ന് കൊണ്ട് നമ്മുടെ മനസ്സുകളെ ഡെക്കറേഷൻ ആക്കണം. നല്ല ഭാവന കൊണ്ട് നമ്മുടെ മനസ്സിനെ നമ്മൾ ഭംഗിയാക്കേണ്ടതുണ്ട്. സൂഉൽ ദന്ന് തെറ്റിദ്ധാരണ കൊണ്ട് ഞങ്ങളുടെ മനസ്സുകളെ നമ്മൾ ദൂരീകരിക്കേണ്ടതുണ്ട്. അല്ലാഹു തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതോടുകൂടെ തെറ്റിദ്ധാരണ ഉണ്ടാകാനുള്ള മറ്റു കാരണങ്ങളുമുണ്ട്.
തെറ്റിദ്ധാരണ ഉണ്ടാകുന്ന അത് ഇല്ലാതെയാക്കാനുള്ള പരിശ്രമം. നാലാമത്തത് എന്തെന്ന് പറഞ്ഞാല് മോശമായ സഹവാസം. മോശമുള്ള ആളുകളോട് സുഹബത്ത് മോശമായാൽ തെറ്റിദ്ധാരണകൾ കൂടുതൽ നമ്മുടെ മനസ്സിൽ വരും. അതുകൊണ്ട് സുഹബത്ത്, മോശമായ സുഹബത്തിനെ തൊട്ട് നമ്മൾ രക്ഷപ്പെട്ട് നല്ല സുഹബത്ത് തിരഞ്ഞെടുക്കണം. എന്നാൽ ഒരുപാട് ബർക്കത്തുകൾ ഉണ്ടാകും. സ്വാലിഹീങ്ങളെ സഹവാസം ഉണ്ടാകുമ്പോൾ നമുക്ക് ഒരുപാട് നേട്ടങ്ങളുണ്ട്. അതോടുകൂടി സൂഖുല്ലൻ എന്ന് പറയുന്ന ആ മനസ്സിന്റെ രോഗവും അത് ആ നേട്ടത്തിന്റെ ആ ബർക്കത്ത് കൊണ്ട് ഇല്ലാതെയാകും എന്ന് ചിന്തിച്ചുകൊണ്ട് സ്വാലിഹീങ്ങളുടെ സഹവാസം തിരഞ്ഞെടുക്കുക. അല്ലാത്തൊരു സഹവാസത്തെ തൊട്ട് വിട്ടു നിൽക്കുക. വിദഅത്തുകാരോടും കള്ളത്തൊരീക്കത്തുകാരോടും അവരോട് സഹവാസമുള്ളവരെല്ലാം വിട്ടുനിന്ന് സ്വാലിഹീങ്ങളായ ആളുകളുടെ സഹവാസം. അതുപോലെ ഖൈറു ജലീസിൻ ഫി സമാനി കിതാബുൻ, മഹത്തുക്കളുടെ ഗ്രന്ഥങ്ങളോടുള്ള സഹവാസം ഉണ്ടാകുമ്പോൾ എല്ലാവരെ കുറിച്ച് നല്ല വിചാരണ വരും. തെറ്റിദ്ധാരണ നമ്മളുടെ ഇല്ലാതെയാകും. പ്രത്യേകിച്ചും ഈ സമാനിൽ ബഹുമാനപ്പെട്ട സയ്യിദുന ബിശ്ർ ഇബ്നുൽ ഹാരിസ് റളിയല്ലാഹു അൻഹു പറഞ്ഞതുപോലെ സുഹ്ബത്തുൽ അശ്റാരി തൂരിസു സുഅൽ നബിൽ അഖ്യാർ, അതായത് മോശപ്പെട്ട ആളുകളുടെ സഹവാസം അത് നല്ലവരോടുള്ള സൂഖുൽ തന്നെ തെറ്റിദ്ധാരണ ഉണ്ടാക്കി തീർക്കുന്നു എന്ന് അർറിസാലത്തുൽ ഖുശൈരിയ ബാബു സുഹബത്തി 328 പേജിൽ കാണാം. അതുകൊണ്ട് ചീത്തയായ സുഹബത്ത്, സഹവാസത്തെ തൊട്ട് അള്ളാഹു നമ്മെ രക്ഷപ്പെടുത്തുമാറാകട്ടെ. അള്ളാഹു നമുക്ക് സ്വാലിഹീങ്ങളുള്ള മുജാലസത്തും അതുപോലെ സ്വാലിഹീങ്ങളോടുള്ള മജ്ലിസിൽ സംബന്ധിക്കാനും അതുപോലെ സ്വാലിഹീങ്ങൾ അയിമ്മത്തെ ഗ്രന്ഥങ്ങളോട് നമ്മൾക്ക് ബന്ധം വെക്കാനും എല്ലാം അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുപോലെ അഞ്ചാമത്തെ ചികിത്സ, തെറ്റിദ്ധാരണ ഇല്ലാതെയാക്കാൻ വേണ്ടി ആരോടും നമുക്ക് തെറ്റിദ്ധാരണ വന്നു കഴിഞ്ഞാൽ നമ്മൾ സ്വന്തത്തിന് അള്ളാഹുവിന്റെ അദാബിനെ പേടിപ്പിക്കണം. അള്ളാഹുവിന്റെ അദാബിനെ കുറിച്ച് പേടിപ്പിക്കണം. ഒരാളെ സംബന്ധിച്ച് തെറ്റിദ്ധാരണ വന്നു കഴിഞ്ഞാൽ, തെറ്റിദ്ധാരണ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന നാശങ്ങൾ, അള്ളാഹുവിന്റെ അദാബ് എന്തെല്ലാമാണ്, അത് സ്വന്തം നഫ്സിനെ പേടിപ്പിക്കണം. പരിശുദ്ധ ഖുർആനിൽ സൂറത്ത് ബനി ഇസ്രായേൽ 36-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു തആല പറഞ്ഞതുപോലെ വലാ തഖ്ഫു മാ ലൈസ ലക ബിഹി ഇൽമ് ഇന്നസ് സമഅ വൽ ബസറ വൽ ഫുആദ് കുല്ലു ഉലൈക കാന അൻഹു മസ്ഊല. അതായത് നിങ്ങൾക്ക് അറിയാത്ത വിഷയം അതിൽ നിങ്ങൾ കൂടുതൽ നിൽക്കാൻ പാടില്ല, അതിന് പിന്നാലെ പോകരുത്. നിങ്ങൾക്കറിയാത്ത വിഷയത്തിൽ നിങ്ങൾ പിന്നാലെ പോകരുത്. കാരണം തെറ്റിദ്ധാരണകൾ കൂടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തീർച്ചയായും ചെവിടും കണ്ണും അതുപോലെ മനസ്സും ഇതെല്ലാം ചോദ്യം ചോദിക്കപ്പെടുന്ന നിഅമത്തുകളാണ്. അല്ലാഹു തആല തന്ന ഈ നിഅമത്തുകൾ ഇതെല്ലാം ചോദ്യം ചോദിക്കപ്പെടും. നാവ് എന്തിനാണ്, മനസ്സെന്തിനാണ്, ചെവിടെന്തിനാണ്, കണ്ണെന്തിനാണ് ഉപയോഗിച്ചത് എന്ന ചോദ്യമുണ്ടാകും. അതുകൊണ്ട് തെറ്റിദ്ധാരണ നമ്മൾ എപ്പോഴും സൂക്ഷിക്കേണ്ടതുണ്ട്. അപ്പൊ തെറ്റിദ്ധാരണ മനസ്സിൽ വന്നു കഴിഞ്ഞാൽ, ആരെക്കുറിച്ചെങ്കിലും തെറ്റിദ്ധാരണ വന്നു കഴിഞ്ഞാൽ ഉടനെ വലിയ വലിയ അദാബ്, അതുപോലെ കാരണം വലിയ അദാബിനെ ദൂരെയാകാൻ മാത്രമല്ല അത് ചിന്തിക്കണം. വലിയ അദാബ് ജഹന്നമിന്റെ ഏറ്റവും കുറഞ്ഞ അദാബ് പോലും സഹിക്കാൻ നമുക്ക് കഴിയില്ല. പിന്നെ എന്തിനാണ് നമ്മൾ മറ്റുള്ളവർ തെറ്റിദ്ധരിച്ചിട്ട് അല്ലാഹുവിന്റെ അടുക്കൽ നിന്ന് വലിയ വലിയ അദാബ് സ്വീകരിക്കുന്നത്? അതെന്തിനാണ് നമ്മൾ വിളിച്ചു വരുത്തുന്നത് എന്നൊക്കെ നമ്മൾ തെറ്റിദ്ധാരണകൾ ഒഴിവാക്കേണ്ടതുണ്ട്. ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു സ്വഹീഹുൽ ബുഖാരിൽ പറഞ്ഞല്ലോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച ഹദീസ്, നരകക്കാർക്ക് ഏറ്റവും കുറഞ്ഞ ശിക്ഷ എന്തെന്ന് പറഞ്ഞാൽ തീയിന്റെ ചെരുപ്പുകളാണ്. അതുകൊണ്ട് തലച്ചോറ് പോലും തളക്കുന്ന വിധത്തിൽ, ആ വിധത്തിലാണ് ആ നരകത്തിന്റെ ഏറ്റവും കുറഞ്ഞ ശിക്ഷ എന്ന് ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു കിതാബുർ റഖാഖ് ബാബു സിഫത്തുൽ ജന്നത്തി വന്നാർ 4-ാം വാല്യം 262, അതായത് 6561-ാമത്തെ ഹദീസിൽ രേഖപ്പെടുത്തുകയാണ്. അതുപോലെ 6-ാമത്തെ ചികിത്സ, ഒരാളെ കുറിച്ച് തെറ്റിദ്ധാരണ വന്നാൽ സ്വന്തത്തിന് വേണ്ടി നാം പ്രാർത്ഥിക്കണം. ഏത് സമയത്തും ഒരാളെ കുറിച്ച് തെറ്റിദ്ധാരണ വന്നു കഴിഞ്ഞാൽ നമ്മൾ ആ തെറ്റിദ്ധാരണ ഇല്ലാതെയാക്കാൻ ദുആയിരിക്കണം. പടച്ച റബ്ബേ, ഞാൻ ബലഹീനനായ ആളാണ്, നിന്റെ അടിമകളുടെ കൂട്ടത്തിൽ ഈമാൻ കുറഞ്ഞ ബലഹീനനായ ആളാണ്, എന്റെ ദുനിയാവും ആഖിറം നാശമാകാതിരിക്കാൻ വേണ്ടി തെറ്റിദ്ധാരണ എന്റെ മനസ്സിൽ നിന്ന് നീക്കണേ പടച്ചോനെ എന്ന് പ്രാർത്ഥിക്കുക. മാത്രമല്ല അള്ളാഹുവിനോട് ഇബ്ലീസ് മൽഊന്റെ ആയുധമായ തെറ്റിദ്ധാരണയെ തൊട്ട് രക്ഷപ്പെടാൻ പ്രാർത്ഥിക്കുകയും ഹുസ്നുൽ ദന്ന് എന്ന് പറയുന്ന അള്ളാഹുവിന്റെ വലിയൊരു നിഅമത്ത്, വലിയൊരു സമ്പത്ത്, അത് ഹുസ്നുൽ ദന്ന് കൊണ്ട്, അതുപോലെ അള്ളാഹുവേ നിന്റെ പേടി കൊണ്ട് എൻ്റെ മനസ്സിനെ നീ മുസയ്യനാക്ക്, ഭംഗിയാക്ക്,
നിന്നെ പേടിച്ച് കരയുന്ന കണ്ണുകൾ നൽകി, നിന്നെ പേടിക്കുന്ന ശരീരം നൽകി, തെറ്റിദ്ധാരണ രക്ഷപ്പെടുത്ത് എന്ന് പ്രാർത്ഥിക്കുകയും വേണം. അതോടുകൂടെ 7ാമത്തെ ചികിത്സ, തെറ്റിദ്ധാരണ ഒരാളെ കുറിച്ച് വരുമ്പോൾ ആരെക്കുറിച്ചാണോ തെറ്റിദ്ധാരണ വന്നത് അയാൾക്ക് ഖൈറിന് വേണ്ടി പ്രാർത്ഥിക്കുക. അതായത് ഒരാളെ കുറിച്ച് തെറ്റിദ്ധാരണ വന്നാൽ അയാളെക്കുറിച്ച് ഖൈറിന് വേണ്ടി പ്രാർത്ഥിക്കുകയും അയാളെ ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യുക. ലമുഅ്മിനു അഅ്ളമു ഹുർബത്തിൻ ഇൻദല്ലാഹി മിൻക എന്നല്ലേ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ, ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമ അടക്കം ഇതാ കഅബയിലേക്ക് നോക്കി പറഞ്ഞത്. ഇബ്നു മാജയും അതുപോലെ ബഹുമാനപ്പെട്ട ഇമാം ഷഅറാനി റഹിമഹുല്ലാഹു അവിടുത്തെ തംബീഹുൽ മുഖ്തറിലൊക്കെ രേഖപ്പെടുത്തിയതുപോലെ ഹുർമത്തിനേക്കാളും മുഅ്മിനായ മനുഷ്യന്റെ ഹുർമത്ത് വലിയതാണല്ലോ, വണ്ണമായതാണല്ലോ. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഒരാളെ കുറിച്ച് തെറ്റിദ്ധാരണ നമ്മുടെ മനസ്സിൽ വന്നാൽ അയാൾക്ക് ഖൈറിന് വേണ്ടി പ്രാർത്ഥിക്കുകയും ആദരിക്കുകയും വേണം. ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, നിങ്ങളെ മനസ്സിൽ ഒരാളെ കുറിച്ച് തെറ്റിദ്ധാരണ വന്നാൽ നിങ്ങൾ ഉടനെ അയാളെ ബഹുമാനിക്കുന്ന വിഷയത്തിൽ കൂടുതലാക്കണം, അയാളുള്ള ബഹുമാനം കൂട്ടണം, അതോടുകൂടി അയാൾക്ക് വേണ്ടി ഖൈറിന് വേണ്ടി പ്രാർത്ഥിക്കണം. ഇങ്ങനെ നിങ്ങൾ ചെയ്യുമ്പോൾ ശൈത്താനിക്ക് ദേഷ്യം വരും, അവൻ നിങ്ങളെ തൊട്ട് ദൂരത്ത് പോവുകയും, കാരണം വീണ്ടും നിങ്ങളെ മനസ്സിൽ തെറ്റിദ്ധാരണ ഉണ്ടാക്കാൻ ഇബ്ലീസ് പേടിക്കുന്നു. കാരണം നിങ്ങൾ ഒരാളെ മനസ്സിൽ തെറ്റിദ്ധാരണ ഇബ്ലീസ് ഉണ്ടാക്കി കഴിഞ്ഞാൽ നിങ്ങൾ അയാൾക്ക് വേണ്ടി ഖൈറിന് വേണ്ടി പ്രാർത്ഥിച്ചാലോ എന്ന് ചിന്തിച്ചുകൊണ്ട് ഇബ്ലീസ് മൽഊന് ദൂരെയായി പോകുമെന്ന് ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി ഇഹ്യാ ഉലൂമുദ്ദീൻ കിതാബ് ആഫാത്തിൽ ലിസാൻ ബയാനു തഹരീമിൽ ഗീബത്തി ബിൽ ഖൽബ് 3-ാം വാല്യം 187-ാമത്തെ പേജിൽ രേഖപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഗീബത്തിനെ തൊട്ടും നമീമത്തിനെ തൊട്ടും തെറ്റിദ്ധാരണകളെ തൊട്ടും അങ്ങനെയുള്ള നാവിന്റെ എല്ലാ ആഫത്തുകളെ തൊട്ടും മനസ്സിന്റെ എല്ലാ രോഗങ്ങളെ തൊട്ടും ആഫത്തുകളെ തൊട്ടും അതുപോലെ നമ്മുടെ അവയവങ്ങളുടെ എല്ലാ ദോഷങ്ങളെ തൊട്ടും എല്ലാം അല്ലാഹു തആല രക്ഷപ്പെടുത്തട്ടെ. നമ്മുടെ മനസ്സ് അല്ലാഹു തആല ശുദ്ധിയാക്കി പെരുമാറാകട്ടെ. അല്ലാഹു നമ്മുടെയും നമ്മുടെ മാതാപിതാക്കൾ, ഉസ്താദുമാർ, സുന്നത്ത് ജമാഅത്തിന്റെ എല്ലാ ഉലമാ ഖുദമാ സർവ്വ മുഅ്മിനീങ്ങൾക്കും അല്ലാഹു തആല മഗ്ഫിറത്തും മർഹമത്തും ഖൈറും ലുത്ഫും ആഫിയത്തും നൽകട്ടെ. അല്ലാഹു തആല അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ എല്ലാ ഉലമാ സാദാത്ത്, അതുപോലെ ഈ മാസം വഫാത്തായ മഹത്തുക്കൾ, അതുപോലെ ബഹുമാനപ്പെട്ട ശൈഖുന VK മുസ്താദ് നമുക്ക് പഠിപ്പിച്ചു തന്ന കിതാബുകളുടെ മുസന്നിഫീങ്ങളായ മഹത്തുക്കൾ, അതുപോലെ നമ്മുടെ അസാത്തിദത്ത് പഠിപ്പിച്ച കിതാബുകളുടെ മുസന്നിഫീങ്ങളായ മഹത്തുക്കൾ എല്ലാവരുടെയും ദറജാത്ത് അല്ലാഹു തആല ഉയർത്തട്ടെ. അവർക്ക് ബർക്കത്തുള്ള അല്ലാഹു തആല നമ്മുടെ എല്ലാ ഉസ്താദുമാർക്കും മശായിഖുകൾക്കും ഉസ്താദുവർകൾക്കും അതുപോലെ നമുക്കും സർവ്വ മുഅ്മിനീങ്ങൾക്കും ധാരാളം ഖൈറുകൾ ബറക്കത്തുകൾ അല്ലാഹു നൽകി അനുഗ്രഹിക്കട്ടെ. ഏവരും ദുആ ചെയ്യണമെന്ന വസിയത്തോടുകൂടെ വസല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.